സിഹർ എന്നത് ഒരു സത്യമായ സംഗതി തന്നെയാണ്, കണ്ണേറ് ഒരു സത്യമായ സംഗതി തന്നെയാണ്. പക്ഷെ അതൊക്കെ അങ്ങനെയാണെങ്കിലും പലപ്പോഴും നമുക്ക് വന്ന അപകടങ്ങളുടെ കാരണം അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിച്ചതായിരിക്കും. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി സിഹറാണ് നമ്മുടെ പ്രശ്നമെങ്കിലും അത് നീക്കിക്കളയാനുള്ള മാർഗവും അത് നമ്മിൽ പടരാനുള്ള കാരണവും അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നു പോയതായിരിക്കും. ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ. മറ്റുള്ളവരെ പറ്റി അവർക്ക് ഈ ദഅവത്ത് എത്തിയിട്ടില്ല. അവരെ ചികിത്സിക്കാം. ഒരു ഹിന്ദുവിനെ അയാൾക്ക് ഒരു സിഹർ മാരണം പറ്റിയാൽ അയാളെ നമുക്ക് ചികിത്സിച്ചുകൂടെ? ഖുർആന്റെ ആളുകൾക്ക് ചികിത്സിക്കാം. ഖുർആൻ സകല മനുഷ്യരുടെയും ഉപകാരത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അവരെ ചികിത്സിക്കാം. ഒരു ക്രിസ്ത്യാനിയെ ചികിത്സിച്ചുകൂടെ? തീർച്ചയായും ചികിത്സിക്കാത്തൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവർക്കൊരു ഉപകാരം, ഏതു മനുഷ്യനും ഉപകാരം ചെയ്യാൻ എന്തൊക്കെ കഴിയും അതൊക്കെ നമുക്ക് ചെയ്യാം. അതേ സമയത്ത് ഈ പരിശുദ്ധമായ ദഅവത്തിന്റെ അടിസ്ഥാനം അറിയാത്ത പാവങ്ങളായിരിക്കും അവര്. ഭൂരിപക്ഷം അങ്ങനെയായിരിക്കും. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നിട്ട് നമ്മൾ അകന്ന് ജീവിക്കുക. അതാണ് നമുക്ക് വന്ന പ്രശ്നങ്ങളുടെ വലിയ കാരണം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സിഹർ വരാനുള്ള കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നഷ്ടപ്പെട്ടത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. സിഹർ കത്തിപ്പടരാനുള്ള കാരണം. സിഹർ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചാൽ തന്നെ ഫലിക്കൂലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനും സിഹർ ഫലിക്കൂലേ? ഫലിക്കും. പക്ഷെ അതിന് പ്രതിവിധിയും വല്ലാതെ താമസിയാതെ ആ പ്രതിവിധിയിലേക്കും അല്ലാഹു തആല നമ്മെ എത്തിക്കും. അതേ സമയത്ത് വേറെ ചില ആളുകൾ അവർ സിഹർ ഫലിക്കുമെന്ന് മാത്രമല്ല കൊല്ലക്കണക്കായ കാര്യങ്ങളിൽ അതിൽ നട്ടം തിരിഞ്ഞു നടക്കും. എല്ലാം നഷ്ടപ്പെടും. എല്ലാം. അതിന് പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിൽ നിന്ന് അകന്നുപോയത്. സിഹർ എന്താണെങ്കിലും ഒരാൾ മുഅ്മിനായ മനുഷ്യനാണ്, മുത്തഖിയായ മുഅ്മിനായ മനുഷ്യനാണെങ്കിലും സിഹർ ചെയ്താൽ സിഹറിന്റെ ആ കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് അതൊക്കെ പഠിക്കാം. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് പിന്നീട് പ്രഭാഷണം വരുന്നുണ്ട്. പക്ഷേ മുഅ്മിനായ മനുഷ്യനാകുമ്പോൾ മുഅ്മിനിനെ അള്ളാഹു ഏറ്റെടുക്കും. പ്രശ്നം വല്ലാതെ താമസിയാതെ ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും. അല്ലാഹു വലിയുല്ലദീന ആമനൂ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഏത് തരം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മുഅ്മിനെ കൊണ്ടുവരാൻ മാത്രം മുഅ്മിനെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞ ആയത്തിന്റെ സാരാംശം. അപ്പോൾ എന്തൊക്കെ ആണെങ്കിൽ പോലും ഒരു അളവിലപ്പുറം എന്തൊക്കെ സിഹർ ഉണ്ടെങ്കിൽ പോലും ഒരു അളവിലപ്പുറം മുഅ്മിനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു ശൈത്താൻ കഴിയില്ല. ഒരു അളവിനപ്പുറം കഴിയില്ല. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും. ആ പരിധിക്കപ്പുറം കഴിയില്ല. അള്ളാഹുവിന്റെ ഇടപെടൽ വരും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലബീദ് ഇബ്നു അസ്സം എന്ന ജൂതൻ സിഹർ ചെയ്തു. ചില്ലറ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പ്രയാസം അനുഭവിക്കുകയും ചെയ്തു. അതൊരു തശ്രീഇന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു തശ്രീഇ ജൂതന്മാരെ കുറിച്ച് നമ്മൾ കരുതിയിരിക്കേണ്ടതിന്റെ അനിവാര്യത അതൊക്കെ ആ സംഭവത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഉടനെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായല്ലോ. സയ്യിദ്നാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 അധ്യായങ്ങളെയും കൊണ്ടിറങ്ങി വന്നു. മഹത്തായ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അതോടുകൂടി ആ പ്രശ്നങ്ങൾ സമ്പൂർണമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഇത് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പാഠമാണ്. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാകുമ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി വരില്ലേ? അത് വേണ്ടി വരും. ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ മുഅ്മിനുണ്ടാവണല്ലോ. ആ പ്രയാസങ്ങൾ കാരണം മുഅ്മിനായ മനുഷ്യന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുണ്ടാവും. പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാവും. എല്ലാവർക്കും അതൊക്കെ സംഭവിക്കാം, സ്വാഭാവികമായും സംഭവിക്കാം. പക്ഷേ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശത്രുക്കൾക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അളവിനപ്പുറം അവർ പ്രയാസപ്പെടൂല. അല്ലാഹു ഏറ്റെടുക്കും. ഇവിടെ നമ്മളത് ശരിക്കും മനസ്സിലാക്കുന്ന 2 കാര്യമാണ് പ്രശ്നം. ഒന്ന്, ചില കാര്യങ്ങൾ സിഹർ അല്ല. പിന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ വീടുകളിൽ നമ്മൾ ഇസ്ലാമിയത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നിഅമത്തിനെ അല്ലാഹു തആല പിൻവലിച്ചു. മഹാന്മാരിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഅമത്തിനെ കരിച്ചു കളയിക്കുന്ന തീയാണ് സത്യത്തിൽ ഫഇന്നൽ മആസി ദോഷങ്ങൾ. ദോഷങ്ങൾ നാറുൻ നിഅമി, നിഅമത്തുകളെ തിന്നുന്ന തീയാണ്. ആ തീ നിഅമത്തുകളെ തിന്നുകളയും. കമാ തഅകുലു നാറു അൽ ഹതബ, അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ മനുഷ്യന്റെ ദോഷങ്ങൾ അവന്റെ നിഅമത്തിനെ തിന്നുകളയും എന്ന്. ഇത് വളരെ ചിന്തിക്കണം.
എത്ര വലിയ ഞാമത്തുണ്ടായാലും വേണ്ടില്ല, എത്ര വലിയ ഞാമത്തിൽ നമ്മൾ വിരാജിക്കുകയാണെങ്കിലും നമ്മൾ തെറ്റിൽ അങ്ങനെ ആണ്ട് പോയാൽ അതൊക്കെ പൊളിഞ്ഞ് പാപ്പറാകാൻ ചില്ലറ സമയം മതി. പൊളിഞ്ഞങ്ങോട്ട് പൊളിഞ്ഞ് പാപ്പറാകും. പ്രത്യേകിച്ച് ഞാമത്തുള്ള ആളുകൾ, ഞാമത്താർക്കും ഇല്ലാത്തത്. അവനവന്റെ ഒരു കാലിലിട്ട ചെരുപ്പിട്ട ആളോട് പോലും ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ആ ചെരുപ്പ് അള്ളാഹുവിന്റെ ഞാമത്താണ്. അപ്പൊ ആർക്കാണ് ഞാമത്തില്ലാത്തത്? അപ്പൊ ഏത് ഞാമത്ത്, എന്തും എനിക്ക് ജോലിയില്ല, പക്ഷെ എന്നാലും മാന്യമായി ജീവിക്കണില്ലേ, ഒരു വഴി അള്ളാഹ് തുറന്നു തന്നിട്ടില്ലേ. ഇനിയോ ജോലിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ എത്തിക്കും, കച്ചവടത്തിലേക്ക് എത്തിക്കും, സൗകര്യങ്ങളിലേക്ക് എത്തിക്കും, മോളക്കെത്തിക്കും. ഇങ്ങനെ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അവന്റെ നിഅമത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുത്ത് കാത്തിരിക്കാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്കെല്ലാം ചോദിച്ചത് കൊടുത്താലും അവന്റെ അധികാര ഖജനാവിൽ ഒരു ഇത്ര പോലും കമ്മിയാകാത്തവനാണ് അള്ളാഹു തആല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, അവൻ നമുക്ക് തരും, അത് പേടിക്കന്നെ വേണ്ട. പക്ഷെ എന്താ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയപ്പോൾ ആ നിഅമത്തിനെ അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്താണ് എന്ന് മതി മറന്ന് ജീവിച്ചു. ശുക്റുൽ മുൻഅമി അലാ ഇൻആമിഹി വാജിബുൻ. ഒരു നിഅമത്ത് ലഭിച്ചാൽ ആ നിഅമത്ത് നൽകുന്നവന് നന്ദി ചെയ്യൽ നിർബന്ധമാണ്. ആരാണ് ആ നിഅമത്ത് നൽകുന്നവൻ? അല്ലാഹു. എന്താണ് ഈ നന്ദി ചെയ്യൽ? ഇത് എന്റേതല്ല, എന്റെ റബ്ബിൻ്റെതാണ്, അവന് വഴിപ്പെടൽ എന്റെ ബാധ്യതയാണ് എന്നുള്ള അടിസ്ഥാന ചിന്ത. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതാണ് അതിന്റെ നന്ദി. അല്ല നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് മൈക്കിൽ അവസാനം എല്ലാവരും എണീറ്റ് പോകുന്ന സമയത്ത് നന്ദി പറയുന്നു പറയലല്ലാതെ ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കാണിക്കുന്ന നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നന്ദി എന്നാൽ അത് മറ്റൊന്നുമല്ല, അത് ഈ നിഅമത്ത് എന്റേതല്ല, എന്റെ റബ്ബിൻ്റെതാണ് എന്ന് ചിന്തിക്കുകയും ആ നിഅമത്ത് തന്നവന് വഴിപ്പെടൽ എന്റെ ബാധ്യതയാണെന്ന് ഉറച്ചു മനസ്സിലാക്കുകയും ആ ബാധ്യത അനുസരിച്ച് താൻ അവന് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. അത് അത്രയും നമുക്ക് നിർബന്ധമാണ്. വളരെ നമ്മൾ ചിന്തിക്കണം. അത് എത്ര നിഅമത്ത് കിട്ടുന്നുവോ അത്രത്തോളം നമ്മൾ അല്ലാഹുവിനെ ബാധ്യതപ്പെട്ട ആളായിരിക്കും. ഇത് നമ്മൾ നിഅമത്ത് കിട്ടിയാൽ നിങ്ങൾ ജീവിക്കും. അല്ലാഹുവിനെ പറ്റി എത്ര നിഅമത്തുണ്ട്, ഒരു ചിന്തയുണ്ടാവില്ല. അല്ലാഹുവിന്റെ നിഅമത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. വിധിവിലക്കുകളെ കാറ്റിൽ പറത്തും, അല്ലാഹുവിന്റെ അടയാളങ്ങളെ നിഷേധിക്കും, അല്ലാഹുവിന്റെ അടയാളങ്ങളെ നിസ്സാരപ്പെടുത്തും. അല്ലാഹുവിന്റെ അടയാളങ്ങളെ നിസ്സാരപ്പെടുത്തുകയെന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ ചൂണ്ടുപലകകളുണ്ട്, മഹത്തുക്കളായ ആരിഫീങ്ങൾ സുദ്ദീഖീങ്ങൾ അവരെ നിസ്സാരപ്പെടുത്തും. അല്ലാഹുവിന്റെ അടയാളങ്ങളാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ, അതിനെ നിസ്സാരപ്പെടുത്തും. അല്ലാഹുവിലേക്കുള്ള എല്ലാ കാര്യങ്ങളെയും നിസ്സാരപ്പെടുത്തും. അല്ലാഹുവിനെ വഴിപ്പെടേണ്ട കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തും. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അവൻ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. എത്ര നിഅമത്തുണ്ടോ അത്രയും അല്ലാഹുവിന് സമർപ്പിക്കാൻ ബാധ്യസ്ഥനായ അവൻ പുറകോട്ട് ഇങ്ങനെ പോകും. ഫഇന്നൽ മആസി നാറുൻ നിഅമി തഅകുലുഹാ കമാ തഅകുലുൻ നാറു അൽ ഹതബ എന്നൊരു മഹാന്റെ വാക്കാണ്. ഫഇന്നൽ മആസി നാറുൻ നിഅമി, ഒരു മഹാന്റെ വാക്കാണ്. ഫഇന്നൽ മആസി നാറുൻ നിഅമി. ഏത് നിഅമത്തിനെയും തിന്നുകളയുന്ന തീയാണ് നിഅമത്തുകൾ. അതിനെ തിന്നുകളയുന്ന തീ ദോഷങ്ങളാണ്. അതായത് വാജിബാത്തുകൾ വീട്ടാതിരിക്കുക, ഹറാമുകൾ പ്രവർത്തിക്കുക. അതിന് ഒരു മടിയുണ്ടാവില്ല. ഒരു സെറ്റിയിൽ ഇരുന്നിട്ട് ഒരു ബാപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് ബാപ്പയും മക്കളും കൂടി അർദ്ധനഗ്നകളായ പെണ്ണുങ്ങളെ ചിത്രങ്ങളും ഡാൻസുകളും അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അത് ആ വീട്ടിൽ അള്ളാന്റെ മലക്കൾ വരില്ല. ഇതൊരു ഉദാഹരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു ഉദാഹരണം. ബാപ്പ അതിന്റെ അടിമയായിരിക്കും, ഉമ്മ അതിന്റെ അടിമയായിരിക്കും, വേറൊന്നിന്റെ അടിമയായിരിക്കും, ബാപ്പ വേറൊന്നിന്റെ അടിമയായിരിക്കും. നമുക്കൊരു അടിസ്ഥാനല്ലേ, നമ്മൾ ചിന്തിക്കും. ചില ആളുകൾ പറയും, അത് ചില ആളുകൾ അതൊരു എന്റർടൈൻമെന്റ് ആണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്തൊരു എന്റർടൈൻമെന്റ് ആണ് ഒരു മുഅ്മിനായ മനുഷ്യന്. ഒരു എന്റർടൈൻമെന്റ് ആണ്. അതിനൊരു പരിധിയില്ലേ? എന്തിനാ പരിധിയില്ലാത്തത്? ഒരു സെക്കൻഡിൽ പരിധിയില്ലേ? ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസംഗിക്കുന്നു, ഇതിന് പരിധിയില്ലേ? എന്തിനാ പരിധിയില്ലാത്തത്? അപ്പോൾ ഈ പരിധി ലംഘിച്ച് ജീവിക്കുന്നു. പിന്നീട് അവരെ ബാധിക്കും, പലതും പൊട്ടും. വലിയ വലിയ സ്ഥാനത്ത് നടന്നിരുന്ന ആളുകൾ കച്ചവടം പൊട്ടി തകർന്ന് തരിപ്പണമായിട്ട് വന്ന് മൂക്ക് കുത്തി വന്ന സംഭവങ്ങൾ എനിക്കറിയാം. എന്നാൽ ഈ കച്ചവടം ഉള്ള കാലത്തോ തിരിഞ്ഞു നോക്കൂല. ഇനി സംരംഭങ്ങൾ തിരിഞ്ഞു നോക്കും. അല്ലാഹുവിന്റെ ദീനിനെ വില വെക്കുകയില്ല. വെസ്റ്റേൺ സംവിധാനങ്ങൾ, വെസ്റ്റേൺ രീതി, മക്കളിൽ, ബാപ്പയിൽ, കുടുംബത്തിൽ, പെരുമാറ്റത്തിൽ എല്ലാം വെസ്റ്റേൺ ശൈലി. അല്ലാഹുവിനെ പാടെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കും.
എല്ലാത്തിനും നിരീശ്വരവാദം, യുക്തിവാദം, നിരീശ്വരവാദികൾ ഇനി നിരീശ്വരവാദി അല്ലെങ്കിലും നിരീശ്വരവാദി കാക്ക കൂട്ടും. ഇൽമിനെയും ആലിമിനെയും ദീനി സംരംഭങ്ങളെയും ഒക്കെ നിസ്സാരവൽക്കരിക്കും. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതിലെല്ലാം തട്ടിപ്പുകളില്ലേ? തട്ടിപ്പ് എന്തിനാ ഇല്ലാത്തത്? മനുഷ്യൻ ബന്ധപ്പെട്ട സകല കാര്യങ്ങളും തട്ടിപ്പുണ്ടാവും. അത് പള്ളിയിൽ നടക്കാം, പള്ളിയിൽ തട്ടിപ്പ് നടക്കാം, മതസ്ഥാപനങ്ങൾ തട്ടിപ്പ് എന്തിനാ നടക്കാത്തത്? എവിടെ മനുഷ്യനുണ്ട് അവിടെയൊക്കെ തട്ടിപ്പ്. പക്ഷെ അതൊന്നും ആ സ്ഥാപനങ്ങളെ നമ്മൾ വർജിക്കാനുള്ള മാനദണ്ഡങ്ങളല്ല. അവരെ അത്തരം തട്ടിപ്പ് നടത്തുന്നവരെ കയ്യോടെ പിടികൂട്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടത്. അല്ലാതെ പള്ളി തട്ടിപ്പാണ്, മദ്രസ തട്ടിപ്പാണ്, യത്തീംഖാന തട്ടിപ്പാണ്, നാടാകെ തട്ടിപ്പാണ്, അത് പറയാൻ പാടില്ല. ഈ വെസ്റ്റേൺ ശൈലിയിൽ ജീവിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? അവർ ഈ മുസ്ലിയാക്കന്മാരും പള്ളിയും മദ്രസയും പിരിവൊക്കെ എല്ലാം തട്ടിപ്പാവും. ഒരു രാവിലെ ഒരു പിരിവ് കാണ്ടി ഒരു മുസ്ലിം രണ്ടാളും ഒരു നിഅമത്തുള്ളവന്റെ വീട്ടിൽ വന്നു സങ്കല്പിക്കും. ഒരു നിഅമത്തുള്ളവന്റെ വീട്ടിൽ ഒരു മുസ്ലിം രണ്ടാളും വന്നു സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുക എങ്കിൽ അവർ സത്യസന്ധരാണോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവന് നിഅമത്തുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. അവരെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ അവരെ തിരിഞ്ഞു കളയുക, അതിനെ അവഗണിക്കുക. അമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മ സായില ഫലാ തൻഹർ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. അവരുടെ കയ്യിൽ സ്വർണത്തിന്റെ കടകവളകൾ കണ്ടാൽ പോലും അപേക്ഷിച്ച് വരുന്ന ആളുകളെ വെറുതെ തട്ടിക്കളയത് നിഅമത്തുള്ളവരത് ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നിസ്സാരവൽക്കരിക്കും. ഇതൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അപ്പോൾ എന്തായി? ഈ ആളുകളെ എല്ലാവരുടെയും ശാപമുണ്ടായിരിക്കും. നന്മ ചെയ്യുന്നവർക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കും. ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാഇ വ അഹ്ലൽ അർളി ഹത്ത നംലതി ഫീ ജുഹരിഹാ വ ഹത്തൽ ഹീതാനി ഫിൽ ബഹരി ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി അൽ ഖൈറാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഗുണം ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എന്തിനെ മാളത്തിലെ ഉറുമ്പുകൾ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അലയാഴയിലെ മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും കൂടെ വിശദീകരിച്ചതാണ്. നിങ്ങൾ വിചാരിച്ച് ആ ഭൂമിയിലുള്ള മനുഷ്യർ എന്ന് മാത്രമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാലിഹ്യങ്ങൾ എന്ന് മാത്രമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ നിർദോഷികളായ പാവങ്ങളായ ഇഴജന്തുക്കള്, മണ്ണിരകള് എന്ന് മാത്രമല്ല. അതിന്റെ വായത്തുമാഫിൽ ബാബ്, അതിന്റെ ഒരു അവസാന നിലക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. എന്ത്? മാളത്തിലുള്ള ഉറുമ്പുകളും അലയാഴയിൽ പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ അശ്രദ്ധരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ മാളത്തിലുള്ള ഉറുമ്പുകളും അലയാഴയിലെ മത്സ്യങ്ങൾ പോലും നന്മ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ ഇമ്പാക്ട് ഇങ്ങനെയാണെങ്കിൽ തിന്മയുടെ ഇമ്പാക്റ്റും അങ്ങനെ തന്നെയാവൂലേ? അങ്ങനെയാവൂലേ? നന്മക്കൊരു നന്മയുടെ ഫലമുണ്ടെങ്കിൽ തിന്മക്ക് തിന്മയുടെ ഫലമില്ലേ? നേരെ മറിച്ച് ഒരാളുടെ ചെയ്തി, ഒരാളുടെ വാക്ക്, പ്രവൃത്തി, ചെയ്തി, അയാളുടെ സപ്പോർട്ട് തിന്മക്കാണ് എങ്കിലോ എല്ലാവരുടെയും ശാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവന് നൽകുന്ന അനുഗ്രഹങ്ങൾ സന്തോഷമായിരിക്കൂല. പിന്നെ എന്തായിരിക്കും? അതൊരു ഇസ്തിദ്റാജ്, അത് ഒരു ദിവസം പിടികൂടാനുള്ള എന്ന നിലയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ അല്ലാഹുവിന്റെ മലക്കുകളുടെയോ ശാപം ഉണ്ടായിരിക്കും. ആകാശത്തുള്ളവരുടെ ശാപം ഇവന്റെ ചില ചെയ്തികൾ കൊണ്ട് ജനങ്ങൾ നാശമാകുന്നു. ഇവനാകട്ടെ ഈ നിഅമത്തുണ്ടായപ്പോൾ അല്ലാഹുവിനെ മതിമറന്നിരിക്കുന്നു. ഇവനിൽ നിന്നൊരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്മ പഠിക്കാനല്ല തിന്മ പഠിക്കാനുള്ളൂ. അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇവനിൽ നിന്നൊരാൾ തിന്മയെ പഠിക്കൂ. ഇവന്റെ രീതി തിന്മയാണ്, ഇവന്റെ കുടുംബം തിന്മയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വെറും കയ്യാൽ ഒന്നുമില്ലാതെ വന്നത് ഒന്നിരിക്കൽ അവൻ, അല്ലെങ്കിൽ അവന്റെ വാപ്പ, ഉപ്പാപ്പന്റെ മുതലാണ്. ഉപ്പാപ്പ എങ്ങനെയാണ് വന്നത്? ഉപ്പാപ്പ ഈ ഭൂമിയിലേക്ക് വെറും കയ്യോട് കൂടെ വന്ന ഈ ഉപ്പാപ്പക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്തല്ലേ ഇത്? ആ നിഅമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? അത് നിലനിർത്തി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന്റെ അടുത്ത നിഅമത്താണ്. ഒരു നിഅമത്തിന്റെ പുറമെ ആ നിഅമത്തിന്റെ ദവാമ് അടുത്ത നിഅമത്താണ്. അല്ലാഹു എനിക്ക് ജോലി തന്നു, അല്ലെങ്കിൽ കച്ചവടം തന്നു. ആ കച്ചവടം ഒരു നിഅമത്താണ്. അതിൽ വരുമാനം നിലനിൽക്കുക വേറൊരു നിഅമത്താണ്. എനിക്ക് ജോലി തന്നു, അതൊരു നിഅമത്താണ്. ആ ജോലി നിലനിർത്തി തന്നു, അത് വേറൊരു നിഅമത്താണ്. ആ ശമ്പളം എനിക്ക് ഉപകരിക്കുന്ന വിധത്തിലാക്കി തന്നു, അത് വേറൊരു നിഅമത്താണ്.
ആ ശമ്പളം വാങ്ങി വീട്ടിൽ വരുമ്പോഴത്തേന് വീട്ടിലെ കുട്ടി കിണറ്റിൽ വീണിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തലവേദന പിടിച്ച് അങ്ങനെ ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ കുട്ടിയെ കിണറ്റിൽ നിർത്തപ്പോഴത്തിന് ആ ശമ്പളം കഴിഞ്ഞ് 4 മാസത്തെ ശമ്പളം കടമായാൽ എന്ത് നിഅമത്താണ്? അപ്പോൾ ശമ്പളം കിട്ടൽ ഒരു നിഅമത്താണ്, ഒരു വരുമാനം ഉണ്ടാകൽ നിഅമത്താണ്, അത് നിലനിന്ന് കിട്ടൽ വേറെ നിഅമത്താണ്. ഒരു സെക്കൻഡിലും നിഅമത്താണ്, ഓരോ സെക്കൻഡിലും നിഅമത്താണ്. അത് ഒരു നിഅമത്തൊന്നുമല്ല, ഓരോ സെക്കൻഡിലും നിഅമത്താണ്. ഈ നിഅമത്തൊക്കെ സദാ നേരവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ചില മുത്തഖീങ്ങളായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഉറങ്ങാത്ത കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ഉദാഹരണം അലിയുൽ ബക്കാറിനെ പോലെ റളിയല്ലാഹു അൻഹു മഹാന്മാരൊക്കെ എന്താണ് ഉറങ്ങാത്തത്? ആയുസ്സിൽ കൊല്ലങ്ങളോളം ഉറങ്ങാതിരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിഅമത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നവനായ റബ്ബ് ഉറങ്ങാതെ എന്നെ നോക്കിയിരിക്കുമ്പോൾ അവന്റെ മുന്നിൽ ഉറങ്ങുന്നത് എനിക്ക് ലജ്ജയായി പോയി. ഈ ആരിഫായ മഹാനായ മനുഷ്യൻ, നമുക്ക് അവിടേക്ക് എത്താൻ കഴിയില്ലെങ്കിലും ആ ഒരു അടിസ്ഥാന ചിന്തയിൽ നമ്മൾ എത്തണ്ടേ? നമ്മൾ ഉണരലുമല്ല, നമ്മൾ ഈ നിഅമത്തൊക്കെ നമുക്ക് തന്നവൻ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കവേ ആ നിഅമത്ത് നമ്മൾ തിന്മയിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ അടുത്ത അതിന് പടിയേണ്ടിയിരിക്കും. അപ്പോൾ പിന്നെ അള്ളാഹു അവന് ചെയ്യുന്ന നിഅമത്ത് ഒരിക്കലും നിഅമത്താവൂല. അത് നിഅമത്താണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടാനുള്ള സാഹചര്യമായിരിക്കും. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് തീർച്ചയായും നിന്നെ പിടികൂടാൻ ആരെ പിടികൂടണം എന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പതിസ്ഥലത്താണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്ത്, ആ നിഅമത്തിനെ ധിക്കരിച്ച് നിസ്സാരവൽക്കരിക്കുക, ആ നിഅമത്ത് തന്റേതല്ല, ആ നിഅമത്ത് അള്ളാഹുവിനെ ഒരു സെക്കൻഡോട് അള്ളാഹു തആലക്ക് പിൻവലിക്കാൻ കഴിയുന്നല്ല. പിൻവലിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊട്ടാരങ്ങളിൽ വസിച്ചിരുന്നവരെ ഒന്നല്ലാതായി പോയത് എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു തആല അവർക്ക് നിഅമത്തിനെ മടക്കി കൊടുക്കുകയും പ്രയാസങ്ങളെ പരിഹരിക്കുകയും അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. സന്തോഷം പറയല്ല, അങ്ങനെ വിചാരിക്കണ്ട. പക്ഷെ എന്താ കാര്യം? നിഅമത്ത് അവർ ചിന്തിക്കുക. അവരിൽ ചില ആളുകൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും, എന്താണ് നിഅമത്ത് കിട്ടിയ കാലത്തെ സാഹചര്യം എന്തായിരുന്നു? നിഅമത്ത് കിട്ടിയ കാലത്തെ സാഹചര്യം എന്തായിരുന്നു? ഇത് അല്ലാഹുവിന്റെ നിഅമത്താണ് എന്ന് ചിന്തയില്ലാതെ വന്നപ്പോൾ ആ സന്തോഷപരമായ നിഅമത്തിനെ അല്ലാഹു പിൻവലിച്ചു. ആകാശത്തുള്ളവർ നിന്നെ ശപിച്ചു, ഭൂമിയിലുള്ളവർ ശപിച്ചു. ഭൂമിയിലുള്ളവർ നന്മ ചെയ്യുമ്പോൾ നന്മയുടെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തിന്മക്കും അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? എന്തുകൊണ്ട്? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നന്മയുടെ പക്ഷത്താണ്. മനുഷ്യരും ജിന്നുകളും ഒഴികെ അവരല്ലാത്ത എല്ലാം നന്മയുടെ പക്ഷത്താണ്. മനുഷ്യരും ജിന്നുകളും മാത്രമേ സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ. അവര് മാത്രമേ നന്മക്ക് തെരഞ്ഞെടുത്തിട്ട് തിന്മയിലേക്ക് പോകുന്നുള്ളൂ. ലോകത്തുള്ള സകല ജീവികളും ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വേശ്യാവൃത്തി നടത്തിയ ആൾക്ക് പുറത്തു കൊടുത്തത് മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ? ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്ത് പോയത്, ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗത്തിൽ പോയ പെണ്ണിന്റെ കാര്യം മുസ്തഫ നബി പറഞ്ഞില്ലേ? അതേ സമയത്ത് ഒരു പൂച്ചയെ കെട്ടിയിട്ട കാരണത്താൽ നരകത്ത് പോയ കാര്യം ഹബീബായ നബി പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ എന്തതിന്റെ അടിസ്ഥാനം? ഈ ലോകത്തെ സകല വസ്തുക്കളും നന്മയുടെ പക്ഷത്താണ്. എല്ലാം, ജിന്ന് ഇൻസ് ഒഴികെ. ജിന്ന് ഇൻസിലെ 2 പക്ഷമുള്ളൂ, നന്മയുടെ പാർട്ടിയും തിന്മയുടെ പാർട്ടിയും. ബാക്കിയുള്ളവരെല്ലാം എന്താ? എല്ലാം നന്മയുടെ പക്ഷത്താണ്, എല്ലാം നന്മയുടെ പക്ഷത്താണ്. وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. ആ ഗുഹയിൽ 7 ആൾ വസിച്ചപ്പോൾ അതിന്റെ ഗുഹാമുഖത്തുള്ള കല്ലിൽ കാലും നീട്ടിക്കടന്നില്ലേ നായ? എത്ര കൊല്ലമാണ് നായ കാല് നീട്ടിക്കടന്നു? 309 കൊല്ലം. ഇവിടെ 2 പാഠങ്ങൾ ഉണ്ട്. നായ അള്ളാന്റെ വലിയൊന്നുമല്ലല്ലോ, നായ അങ്ങനത്തെ ആരിപ്പൊന്നും അല്ലല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ സാധ്യതയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം തിരഞ്ഞെടുത്ത ഒരു ജനതയാണ് 7 ആളുകൾ. അവരെ നായ ഇഷ്ടപ്പെട്ടപ്പോൾ അവരെ പോലെ അള്ളാഹു തആല ഈ നായക്ക് ആയുസ് കൊടുത്തു, അവരെ പോലെ സുഷുപ്തി കൊടുത്തു, ദീർഘമായ ഉറക്കം കൊടുത്തു. ഇതാ ഇവർ ഉറങ്ങിയതുപോലെ നായ ഉറങ്ങി, ഇവർ ഉണർന്നപ്പോൾ നായ ഉണർന്നു. നോക്ക് നിങ്ങൾ, നായ നന്മയുടെ പക്ഷത്താണ്. വകൽബുഹും, ഖുർആൻ അവരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ് സാദിസുഹും കൽബുഹും വസാമിനുഹും കൽബുഹും. ഇങ്ങനെയൊക്കെ പല ആയത്തുകൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പ്രശംസയാ.
ലഹു ശഅനുൻ അളീം. ഈ നായക്കൊരു വലിയ കാര്യം ഈ നായയിലുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നായ സ്വർഗത്തിലുണ്ട് എന്ന് പോലും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, നായ എന്ന് പറയാൻ കാരണം എന്താ? ഒരു മുഖല്ല നായ തൊട്ടാൽ 7 തവണ കഴുകണം എന്ന് ശറഈന്റെ കൽപ്പനയുള്ള ജീവിയല്ല നായ. അതിന് അതിൻ്റെതായ ചില ഹിക്മത്തുകളും ന്യായങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്ന സ്ഥലമല്ല ഇത്. അതേ സമയത്ത് ആ നായ പോലും നന്മയുടെ പക്ഷത്താണ്. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് കാണിക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. മനുഷ്യൻ വളരെ വളരെ മനുഷ്യൻ ചിന്തിക്കണം. ഈ 2 ജീവികളാണ് വ്യക്തമായി 2 വർഗമാണ് വ്യക്തമായി തിന്മയുടെ പക്ഷത്തേക്ക് പോവുക. അത് അവർക്ക് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം കൊണ്ടാണ്. എന്നാൽ ഇവരെല്ലാം അള്ളാഹുവിന്റെ നിഅമത്ത് അനുഭവിക്കുകയും ചെയ്യും. ഈ നിഅമത്ത് അനുഭവിച്ചുകൊണ്ട് തെറ്റായ മാർഗത്തിൽ നടക്കുമ്പോൾ ഫഇന്നൽ മആസി നാറുൻ നിഅമി തഅകുലുഹാ കമാ തഅകുലുൻ നാറു അൽ ഹതബാ. അഗ്നി വിറകിനെ തിന്നുന്നത് പോലെ നിഅമത്തുള്ള കാലത്ത് നമ്മൾ ദോഷം ചെയ്താൽ അത് നമ്മുടെ നിഅമത്തിനെ തിന്നാണ് തീർക്കും. ചില്ലറ കൊല്ലം കൊണ്ട് പാപ്പറ സൂട്ടായി പാളീസായി നടക്കേണ്ടി വരും. ഇതാണ് പറഞ്ഞത്. നിഅമത്തുള്ള കാലത്ത് അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, നിഅമത്തുള്ള കാലത്ത് അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, നിഅമത്തുള്ള കാലത്ത് അല്ലാത്ത കാലത്ത് ധിക്കരിക്കാൻ പറ്റും. നിഅമത്ത് ആർക്കാണ് ഇല്ലാത്തത്? ഓരോരുത്തരും അവരുടെ നിഅമത്തിനനുസരിച്ച് സുജൂദിന്ന് തല വലിക്കാൻ പറ്റൂല. നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ നൽകി, എന്തൊക്കെ സൗകര്യങ്ങൾ നൽകി, അത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ പ്രശ്നം എന്താണ്? നിഅമത്തിൽ മതി മറന്നു. എന്നിട്ട് പൊളിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? സീറാണ്. എന്നാ സീറുണ്ടാവില്ലേ? സീറൊക്കെ ഉണ്ടാവാം. തൊട്ടടുത്ത പീഡിയക്കാരൻ സീർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവൻ അള്ളാഹുവിന് എന്റെ നിഅമത്തിന് നന്ദി ചെയ്യുന്ന മുത്തഖയാണെങ്കിൽ ആ സിഹറൊക്കെ ചില്ലറ ദിവസമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ പൊളിഞ്ഞു പോവും. അല്ലെങ്കിൽ ഒരു ചികിത്സാരിയായ സത്യസന്ധന് എളുപ്പത്തിൽ പൊളിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഇവനിൽ വല്ലാതെ ഒന്നും സ്വാധീനം ചെലുത്താൻ പിശാചിന് കഴിയില്ല. നേരെ മറിച്ചോ ഇവന്റെ തടിയിൽ തന്നെ ആയിരക്കണക്കായ പിശാചുകൾ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുന്ന കാലത്ത് വേറെ തന്നെ സിഹറും കൂടി ഇവന് പറഞ്ഞയച്ചതോടുകൂടെ അമ്പി കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇദാ കുന്ത ഫീ നിഅമത്തിൻ ഫർആഹാ ഫഇന്നൽ മആസി തുസീലു നിഅം. إذا كنت في نعمة فرعاها فإن المعاصي تزيل النعم. നീ ഒരു നിഅമത്തിലാണെങ്കിൽ ആ നിഅമത്ത് നിലനിർത്താൻ വേണ്ടി നീ സൂക്ഷിച്ച് ജീവിക്കണം. ആ നിഅമത്ത് നിന്നിൽ നിലനിൽക്കാൻ വേണ്ടി നീ നിഅമത്തിലാകുമ്പോൾ നിനക്ക് ജോലിയുണ്ട്, നിനക്ക് കച്ചവടമുണ്ട്, നിനക്ക് രാവിലെ ഇവിടെ, നിനക്ക് ഉച്ചക്ക് ദുബായി, വൈകുന്നേരം കടന്നിറങ്ങാൻ പെണ്ണുങ്ങളടുത്തേക്ക് പിന്നെയും അവിടുത്തെ രാവിലെ സുബഹി നിസ്കരിച്ച് പുരയിന്നിറങ്ങി രാവിലത്തെ 5:30 ഫ്ലൈറ്റിന് നേരെ കയറി 5:45 6 മണി 6:15 ഫ്ലൈറ്റിന് നേരെ ദുബായിലേക്ക് പോയി. ഉച്ചഭക്ഷണത്തിന് ദുബായിലെത്തി. കടയിലെ സാധനങ്ങളൊക്കെ നോക്കി, എല്ലാം ക്ലിയറായി, എല്ലാം കഴിഞ്ഞ് അത് പിന്നെ അന്ന് വിറ്റുവരവുകളൊക്കെ നോക്കി, എല്ലാ പൈസയും ക്ലിയറാക്കി, എല്ലാ കച്ചവടക്കാർക്ക് പണിക്കാർക്കൊക്കെ ശമ്പളം കൊടുത്ത് നാളെ മറ്റന്നാൾ ഞാൻ വരാൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ലെവലാക്കി. ആക്സിഡന്റ് ശേഷം നല്ലൊരു ചായയും നല്ലൊരു ഷവർമയൊക്കെ തിന്ന് പണിക്കാരുടെയൊക്കെ പുറത്തൊക്കെ ഒന്ന് കൊട്ടി, മരുമക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ നല്ല വാക്കൊക്കെ പറഞ്ഞ് മഗ്‌രിബിന് 6 മണിന്റെ ഫ്ലൈറ്റിന് നേരെ തിരിച്ച് 5:30 മണി 6 മണിയുടെ ഫ്ലൈറ്റിന് നേരെ ദുബായിൽ കയറി 8:30 9 മണിയാകുമ്പോഴത്തേന് കരിപ്പൂര് വന്നിറങ്ങി. പിന്നെ നേരെ റാഹത്തായി ഭാര്യ കിടക്ക തട്ടി വിരിച്ചപ്പോഴത്തിന് അവളെ കിടക്കറയിൽ മണിയറയിൽ എത്തിയ എത്ര കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആളുകൾക്ക്. എത്ര കാലങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെയാണ് എന്ത്? പിന്നെ അവിടെ അവസാനം പിന്നെ എന്തായി? പോയി ബീഡിക്കുത്തിക്ക് പൈസ ഇല്ലാതായ അവസ്ഥയിലേക്ക് എത്തി. തകർന്ന് തരിപ്പണായി ഒക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? ഇദാ കുന്ത ഫീ നിഅമത്തിൻ ഫർആഹാ ഫഇന്നൽ മആസി തുസീലു നിഅം. ഒരു നിഅമത്തുള്ള കാലത്ത് ആ നിഅമത്തിനെ നീ നല്ല പോലെ അത് നിലനിർത്താൻ അധ്വാനിക്കണം. ഹജ്ജ് ദായിമാക്കണം. 5 വഖത്ത് പോരാ. വളരെ ചിന്തിക്കണം. ഏതെങ്കിലും തൽക്കാലം ഒരു ഇന്നാലിനൊരു സ്വലാത്തെല്ലാം പറഞ്ഞു ആ സ്വലാത്തൻ ചൊല്ലിയതുകൊണ്ട് മാത്രമായില്ല. സ്വലാത്ത് ദിക്റൊക്കെ നല്ലതാണ്. പക്ഷെ അതൊക്കെ എന്താണ്? സ്വലാത്തും ദിക്റൊക്കെ നല്ലതല്ലേ? അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അത് എന്താണെന്നറിയോ? അതൊക്കെ എരിശ്ശേരി പുളിശ്ശേരിയാണ്. അടിസ്ഥാനമായ കാര്യം 5 വഖത്ത് നിസ്കരിക്കലാണ്. ഏതോ ഒരു ചികിത്സാരി പറഞ്ഞു കൊടുത്തു. ഔലിയെന്ന് പറഞ്ഞവൻ ഔലിയാക്കന്മാർ അങ്ങനത്തെ ആവശ്യമില്ലാത്തൊന്നും പറയില്ല. ഏതെങ്കിലും ഒരുത്തൻ എന്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ധിക്കരിച്ച് ജീവിച്ചു. 5 വഖത്ത് നിസ്കാരമില്ല, നോമ്പില്ല, പടച്ചവനെ പേടിയില്ല. അല്ലാഹുവിനെ
അള്ളാഹുവിനെ സൂക്ഷിക്കാനാ. അള്ളാഹുവിന്റെ പദവിയിൽ, അള്ളാഹുവിന്റെ ദറജയിൽ ഒരാൾ എത്തിയിട്ടില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചപ്പോൾ പാടെ തകർന്നു പോയിട്ടുമില്ല. ഏതെങ്കിലും ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയതൊക്കെ അള്ളാഹു തആല അവനെ എത്തിക്കും. ഒരു പേടിയുണ്ടാ. ഇവിടെ പ്രശ്നത്തിന്റെ ഗൗരവം എന്താണ്? 5 വക്ത് നിസ്കരിക്കണം, പടച്ചോനെ പേടിക്കണം, ഹറാമിയത്തിന് മാറിക്കണം. അതിന്റെ പുറമെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെന്തിന്? എന്റെ കച്ചവടം നിലനിൽക്കാൻ വേണ്ടി 4 ദിക്റില്ല പോരാ. 5 വക്ത് നിസ്കരിക്കണം, പടച്ചോനെ പേടിക്കണം, അള്ളാഹു നൽകിയ വാജിബാത്ത്. ഇവിടെ വാജിബായ കാര്യങ്ങളെ ചെയ്യാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കാനും ഇത് ഗൗരവമായി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഹക്കായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പുലർത്തണം. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദ പുലർത്തണം. എന്നിട്ട് അതിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, രീതികൾ, അത് മഹാന്മാർ കൽപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ കൊണ്ടു നടക്കണം. ഇതൊക്കെയാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. ഒരു പേടി പിടിക്കണ്ട. അതിന് പിന്നെ പേടിക്കണ്ട. ആര് അവനെ അപകടപ്പെടുത്തിയാലും അത് അവനാകും അപകടം. ഇവനൊന്നും പറ്റൂല. എന്തെങ്കിലും വന്നാൽ ചില്ലറ ദിവസങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തും. ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർആഹാ ഫഇന്നൽ മഅസി തുസീലു നിഅം. നീ നിഅമത്ത് കാലമാകുമ്പോൾ നീ നല്ല പോലെ സൂക്ഷിച്ച് ജീവിക്കണം. ഫഇന്നൽ മഅസി തുസീലു നിഅം. ഫഇന്നൽ മഅസി ദോഷങ്ങളെല്ലാം തുസീലു നിഅം, നിഅമത്തുകളെ നീക്കിക്കളയും എന്ന് ശ്രദ്ധിക്കുക. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ദിക്ർ സ്വലാത്തൊന്നും വേണ്ടെന്നല്ല. അതൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? കുടുങ്ങ നേരത്തെ ഏതെങ്കിലും ഒരു സാധ്യമായ മനുഷ്യനെ അടുത്ത് പോയി ഒരു ദിക്ർ വാങ്ങും. നിസ്കാരം ഉണ്ടോ ഇല്ല, നോമ്പുണ്ടോ ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവനെ പോലത്തെ ആളുകൾ ചെയ്ത് നടക്കുന്ന എല്ലാ തോന്നിയവാസവും സുന്നികളെ അക്കൗണ്ടിലേക്ക് വരവേക്കും. ഇവരെങ്ങനെ സുന്നിയാവുന്നത്? സുന്നി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതുപോലെ സ്വീകരിക്കുകയും വിരോധിച്ചത് പോലെ വർജിക്കുകയും അതിന്റെ പുറമെ മേമ്പൊടിയായി തഖറുബിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ ഏൽപ്പിച്ചതും സ്വഹാബത്ത് താബിഈങ്ങളും തബഉ താബിഈങ്ങളുമായ ഈ കാലം വരെയുള്ള മഹാന്മാര് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത അദ്കാറുകൾ, സ്വലാത്തുകൾ പോലെയുള്ള അമലുകൾ, ഖുർആനോത്ത് പോലെയുള്ള കാര്യങ്ങൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അവന്റെ പേരാണ്. അതേ അനുസരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയ ആ സ്വഹാബത്ത് താബിഈങ്ങൾക്കും തബഉ താബിഈങ്ങൾക്കും 14-15 നൂറ്റാണ്ട് അനുവർത്തിച്ചു വന്ന ഹഖായ വിശ്വാസം വിശ്വസിച്ച് ജീവിക്കുക. അതിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയാ. അല്ലാതെ കച്ചവടം പൊട്ടിയപ്പോൾ ഏതെങ്കിലും ദിക്റിന്റെ മജ്‌ലിസിൽ പോയി ഇരിക്കലല്ല. അത് ചെയ്തൂടെ? ചെയ്യാം, പക്ഷെ പ്രശ്നം പരിഹരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ചില ആളുകൾ പറയും ഞാൻ ഇന്നാളെ സലാത്ത് മജ്‌ലിസിന് പോയി. അതൊന്നും കാര്യമല്ല ഉസ്താദ്. അതൊക്കെ ഞാനൊരു പണ്ട് 3 മാസം പോയിട്ട് ഒരു ഫലം ഉണ്ടായില്ല. ഈ 3 മാസമല്ല, ഈ 300 മാസം പോയാലും ആ ദിക്ർ മജ്‌ലിസ് പോയാൽ നിനക്ക് നാട്ടുണ്ടായിക്കോളുന്നില്ല. ആദ്യം നീ നന്നാക്. നിനക്ക് 5 വക്ത് നിസ്കാരം ഉണ്ടോ? ഈ മര്യാദക്ക് സുബഹിസ്കരിക്കലുണ്ടോ? ബാങ്ക് കൊടുക്കണം എന്തിനാ? ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. എന്തിനാ ബാങ്ക് കൊടുക്കണത്? നിന്നെ വിളിക്കാണ്, എന്നെ വിളിക്കാണ്. എന്നെയും വിളിക്കുന്ന വിളിയാണ് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. ഫർദ് ഐനാണ് ജമാഅത്ത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. ദീനിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണല്ലോ ജമാഅത്ത് നിസ്കാരം. അതൊന്നും ശ്രദ്ധിക്കൂല. പള്ളിയുടെ തൊട്ടടുത്ത് ജീവിക്കും. പള്ളിയുടെ ജമാഅത്ത് നടക്കുമ്പോൾ മുന്നിലൂടെ നടന്നു പോകും. നിനക്കെങ്ങനെ നിഅമത്ത് ഉണ്ടാവുക? നിന്റെ നിഅമത്ത് ആ സെക്കൻഡിൽ പോയി പോവും, വിധിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ഫാൻ ഓഫാക്കിയാലും കുറച്ച് നേരമൊക്കെ അത് കറങ്ങുന്നത് പോലെ കുറച്ച് നേരമൊക്കെ അല്ല. പള്ളിയുടെ മുന്നിലൂടെ ജമാഅത്ത് നടക്കുമ്പോൾ നിസ്കരിക്കാതെ നീ പോകുന്നു. വീട്ടിൽ അപ്പോൾ പോകേണ്ട ഒരത്യാവശ്യം നിനക്കില്ല. വീട്ടിൽ നിനക്ക് അപ്പോൾ നിനക്ക് ഒരത്യാവശ്യം വീട്ടിൽ പോകേണ്ടതില്ല. എങ്ങനെയാവും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ചില കാക്കമാരുണ്ട്, മുട്ട് ഉയർത്തിയിട്ട് തൊടയുടെ 1/4 ഭാഗത്ത് തുടക്കുറ്റി കണക്കാക്കിയിട്ട് ആ 1/4 ഭാഗം കണക്കാക്കിയിട്ട് തുണി അങ്ങോട്ട് മടക്കി കുത്തും. ആള് ആചാര്, ആള് അല്ല കച്ചവടക്കാരന്. നിന്റെ നിഅമത്ത് അനക്കൂല. എന്തുകൊണ്ട്? നീ സദാസമയം ഔറത്ത് കാട്ടണ്ടേ മനുഷ്യ? നീ സദാസമയം ഔറത്ത് കാട്ടി നടക്കുന്നവനാണ്. വേറെ ചില ആളുകൾ എന്താ, തുണി വലിച്ചേച്ച് നടക്കും. നിന്റെ നിഅമത്ത് നിരക്കൂല. ഈ മുസ്ലിം ആവുമ്പോൾ നിരക്കൂല. വലിച്ചേച്ച് എങ്ങനെ നടക്കും? ഇത് ഞെരിയാണിക്ക് താഴെ
വസ്ത്രം അങ്ങനെ വലിച്ചിഴച്ച് നടക്കുന്ന ആളുകളെ അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് മുത്തർ റസൂൽ പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരാവശ്യമില്ല. അങ്ങനത്തെ പുരുഷന്മാരെ അതൊക്കെ ആണുങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ചില ആളുകൾ പരിധി വിട്ട് തുണി കയറ്റി കുത്തിയിട്ട് പണിയെടുക്കും, അല്ലെങ്കിൽ നടക്കും. ഇതൊക്കെ സർവ്വസാധാരണം. നിങ്ങൾ ചിന്തിക്കണം. ചില ആളുകൾ വസ്ത്രം വലിച്ചഴിച്ചു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്, നിഷിദ്ധമാക്കിയതാണ്. ചില ആളുകൾ അള്ളാഹു നിഅമത്ത് നൽകിയ അവന്റെ മുടിയുടെ അവസ്ഥ എന്താ? ക്രോപ്പ്. അവന്റെ മക്കളെ മുടിയുടെ അവസ്ഥ എന്താ? ക്രോപ്പ്. അവന്റെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുരികം നന്നാക്കണം. ഈ പുരികം നന്നാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഈ ജാതി പരിപാടികൾ നടത്തുന്ന ആളുകൾ, ഈ പുരികം നന്നാക്കി നടക്കുന്ന പെണ്ണുങ്ങള്, ഈ പെണ്ണുങ്ങളൊക്കെ സത്യത്തിൽ പിശാചിന്റെയും ദജ്ജാലിന്റെയും ആളുകളാണ്. ആ ജാതി കളി കളിക്കുന്ന പെണ്ണുങ്ങള് അവര് ദജ്ജാലിന്റെ അനുയായികളാണ്. അതിന് നീ പണം ചെലവാക്കും. ഇതൊക്കെ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് ആലോചിച്ച് നോക്ക്. അള്ളാഹു തന്ന നിഅമത്ത് നിലനിൽക്കൂല. നീ ഒരു ദിവസം നീ പെട്ടെന്ന് എന്തായി? ഇനി നിനക്ക് നിന്റെ വാപ്പാന്റെ ഒരു ഏതെങ്കിലും ദുആന്റെ ബർക്കത്തിന്റെ കുട്ടി കുഴങ്ങരുതി മരണം വരെ എന്ന് പറഞ്ഞ ദുആ ഫലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നീ ഒരു അവസ്ഥ വരെ മുന്നോട്ട് പോകും. പിന്നെ ഒരു അറ്റാക്കായി ഇനി മരിക്കും. ഈ മരിച്ചിന്റെ പിറ്റേന്ന് ആ പീടികയിൽ കടിപിടി നടത്തും, അത് പൂട്ടും. നിന്റെ മക്കള് ആരാന്റെ മുന്നിൽ തെണ്ടേണ്ടി വരും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ കാരണം? ബാപ്പാക്ക് പടച്ചോനെ പേടി ആയി ജീവിക്കേണ്ട ഒരു സാഹചര്യം മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് അവൻ സിഹർ ചെയ്തു, ഇവൻ സിഹർ ചെയ്യാറില്ലേ? ഉണ്ട്. സിഹർ ഫലിക്കും. പക്ഷേ മുഅ്മിനായ മനുഷ്യന് ഏത് സിഹർ വന്നാലും അതൊക്കെ പൊളിച്ചു കളയാനുള്ള വഴിയിലേക്ക് അവൻ എത്തിക്കും. ചില സിഹറുകൾ വരുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നറിയോ? ഏതെങ്കിലും ഒരു കള്ളനായ സിദ്ധന്റെ അടുത്തേക്ക് പോകും. അയാൾ ലക്ഷങ്ങൾ അങ്ങോട്ട് മിണുങ്ങും. ഉള്ള ആധാരമൊക്കെ മുഴുവനും അയാൾ കയ്യിലാക്കും. എന്റെ കാര്യം എന്താ? ഇവൻ പറ്റിക്കപ്പെടും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സഹായമില്ലല്ലോ, അള്ളാഹുവിന്റെ നോട്ടമില്ലല്ലോ. ഇതൊക്കെയാണ് അടിസ്ഥാന കാരണങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ സിഹർ എന്ന് പറഞ്ഞ് നടക്കരുത്. അപ്പോൾ ഇവിടെ പ്രശ്ന പരിഹാരം എന്താ? നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക തന്നെ. ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ വതറുദ്ദു അൻഹുൽ അദാബ വന്നിഖ്മ മാ ലം യസ്തഖിഫു ബിഹഖിഹാ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൻഫഉ മൻ ഖാലഹാ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരമാണ്. വതറുദ്ദു അൻഹുൽ അദാബ വന്നിഖ്മ, അവർക്ക് ദുനിയാവിൽ വരുന്ന പ്രയാസങ്ങളെയും ആഖിറത്തിൽ വരുന്ന ശിക്ഷകളെയും തടയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ കയ്യിലുണ്ടായാൽ മതി. മാലം യസ്തഖിഫു ബിഹഖിഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ നിസ്സാരപ്പെടുത്തരുതെന്ന് മാത്രം. ഇതെന്താ പറഞ്ഞർത്ഥം? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായി ചമയുക, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിസ്സാരപ്പെടുത്തുന്ന ജീവിതം നമ്മൾ ജീവിക്കുക. അത്തരം ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നിഅമത്തിൽ ഒരു പ്രയാസം തടഞ്ഞു കൊടുക്കൂല. അതേ സമയത്ത് ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ വതറുദ്ദു അൻഹുൽ അദാബ വന്നിഖ്മ, പരലോകത്ത് വരുന്ന ശിക്ഷകളെയും ദുനിയാവിൽ വരുന്ന ആപത്തുകളെയും തടയാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാലം യസ്തഖിഫു ബിഹഖിഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവർ നിസ്സാരപ്പെടുത്താതിരുന്നാൽ മതി. വിഷയം ഞാൻ നീട്ടുന്നില്ല, വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കുക. ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർആഹാ ഫഇന്നൽ മആസി തുസീലു നിഅം, നിഅമത്തിനനുസരിച്ച് നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്തുകൊണ്ട്? ഫഇന്നൽ മആസി തുസീലു നിഅം, ഏത് ദോഷങ്ങളും നിഅമത്തിനെ നശിപ്പിച്ചു കളയും, അത് നീക്കിക്കളയും. പിന്നെ നിഅമത്ത് ഉണ്ടാവില്ല, പോയി പോകും. വ്യഭിചാരിയായ ആൾക്ക് നിഅമത്ത് നിലനിൽക്കൂല, അത് പൊളിയും, ഉറപ്പേ പൊളിയും. വ്യഭിചാരത്തിന്റെ അനന്തരഫലം ദാരിദ്ര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബാപ്പ വ്യഭിചാരിയായിരുന്നു, വലിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പൊളിഞ്ഞ്. അവസാനം പിന്നെ മക്കളെ മറ്റോലെ പറയും, എന്ത് വലിയ ഉണ്ടായിരുന്നു, പിന്നെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ തിന്നുപോയി.
എന്ത് അത്രേ പറയാൻ കഴിയുള്ളൂ. ആരൊക്കെ തിന്നൊന്നും അറിയില്ല. പാപ്പാന്റെ വലിയ മുതലുണ്ടായിരുന്നു. വലിയ 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 കാറുബാറും മുതലാളിയന്മാരും ഒക്കെ വലിയ വലിയ പൈസക്കാരും തോട്ടക്കാരും തൊടുകവും ഒക്കെ ഉണ്ടായിരുന്നവര് ഇന്ന് പല്ലിലെ നീര് മാത്രം കുടിച്ചിട്ട് ഇരിക്കുന്ന അങ്ങാടികളും കുടുംബങ്ങളും ഗോത്രങ്ങളും എനിക്കറിയാം. കോഴിക്കോട് ജില്ലയിലും അറിയാം, മലപ്പുറം ജില്ലയിലും അറിയാം. എന്താ കാര്യം എന്താ? ഞാമത്തുള്ള കാലത്ത് ആരാന്റെ പെണ്ണുങ്ങളെ പിന്നാലെ നടന്നു. വ്യഭിചാരത്തിന് ലൈസൻസ് കിട്ടിയതുപോലെ നടന്നു. അവരെ വീട്ടിൽ പണിക്ക് വന്ന പെണ്ണുങ്ങൾ മുതൽ തോട്ടത്തിൽ പണിക്ക് വന്ന പെണ്ണുങ്ങൾ മുതൽ ഒരുത്തനെയും അവര് വിട്ടില്ല. ആരാന്റെ പെണ്ണുങ്ങളെ മുന്നിൽ കൈ വെക്കാൻ അവർക്കൊരു മടി ഉണ്ടായില്ല. അപ്പോൾ അതിന് അനന്തരഫലം വന്നു. ഇപ്പൊ അവരവസ്ഥ എന്താ? ആയിരക്കണക്കിന് ഏക്കറുകൾ ഉണ്ടായിരുന്ന വല്യാപ്പമാരെ മക്കൾ 10 പൈസ എല്ലാം നടക്കുന്നവരെ എനിക്കറിയാം. എന്താ കാര്യം? എല്ലാവരും അങ്ങനെയാണല്ല. നഷ്ടപ്പെട്ടവരൊക്കെ വ്യഭിചാരം കൊണ്ട് നഷ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞതിന് മാന വെക്കരുത്. അതേ സമയത്ത് വ്യഭിചാരം കൊണ്ട് നഷ്ടപ്പെട്ടവരെയും എനിക്കറിയാം. എന്തുകൊണ്ട്? അത് മറ്റു പലതുകൊണ്ട് നഷ്ടപ്പെടും. പ്രധാനമായും നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ ഒന്നാണ് വ്യഭിചാരം. പലിശ വേറെ അതുപോലെ തന്നെയാണ്. പിൽക്കാലഘട്ടത്തിൽ പലിശയിലാണ് കുടുങ്ങി നിയമത്തൊക്കെ പോയി. പറയാനുണ്ട് മോലേരെ എനിക്കാരോ സിഹർ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നീ നാരായ വഴിക്ക് നീവിച്ച് അള്ളാഹുവിലേക്ക് കൈ പൊന്തിക്കുന്ന ഒരാളാണെങ്കിൽ പൊട്ടി പൊട്ടി തകർന്ന് തരിപ്പണമാവും സിഹർ. അതിനൊന്നും വല്ലാതെ നിലക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ നന്നാവണം. പിന്നുള്ള ചികിത്സാരികളാണ്. ചികിത്സാരികൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമുക്കൊരു മാനിഫെസ്റ്റോ ഉണ്ട്, അത് പരിശുദ്ധ ഖുർആനാണ്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അവർ ജീവിക്കുകയാണെങ്കിൽ ചില നിയമങ്ങളെ കൊണ്ടൊക്കെ നമ്മളെ നേരായ വഴിക്ക് പ്രയാസങ്ങൾ തീർക്കാൻ അവർക്ക് കഴിയും. അത് ഉറപ്പന്നെ. പ്രയാസം തീർക്കാൻ സിഹറുണ്ട്, സിഹർ ബാത്തിലാക്കലുണ്ട്. അതാരാണെങ്കിൽ സിഹർ ബാത്തിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി 11 ആയത്ത് കൊണ്ട് ഇറങ്ങി വന്നല്ലോ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക എന്ന ഹബീബായ റസൂലുള്ളാഹിനെ മന്ത്രിച്ചു. ആര്? മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാം. സിഹറുണ്ട്, സിഹർ മന്ത്രിച്ച് ബാത്തിലാക്കലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആരാകണം? നമ്മൾ നന്നാവണം. അല്ലാതെ കണ്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ നിയമത്തുള്ള കാലത്ത് അന്തം വിട്ട് നടക്കുക. തോന്നിയാസം ബാപ്പാന്റെ ഞാമത്തും കൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുക. പിൻകാലഘട്ടത്തിൽ 100 കണക്കിന് ഏക്കറുകൾ ബാപ്പ മരിച്ചപ്പോൾ 100 കണക്കിന് ഏക്കർ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് 10 പൈസ ഇല്ലാതെ ജീവിക്കുന്നത് മലബാറിൽ എനിക്കറിയാം. എന്താ കാരണം? കാരണം ഒന്ന്, നാട്ടിലെ പെണ്ണുങ്ങളെ അവര് വിട്ടില്ല. വ്യഭിചാരമുണ്ടെങ്കിൽ ദാരിദ്ര്യം അനന്തരമായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. സിഹറും കണ്ണേറൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അതൊന്നും അല്ല ഇവിടെ മർമ്മം. ഇവിടെ മർമ്മം എന്താണ്? ഇവിടെ ആരാന്റെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നു. അപ്പോൾ വേറെ ചില ആളുകളോ ആരാന്റെ പെണ്ണുങ്ങളെ പിന്നാലൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താ കാര്യം? അവർക്ക് മേലെണ്ണം കൊതി വന്നപ്പോൾ അവര് മേലെണ്ണം കൊടി വന്നു. പുതിയ പുതിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവര് പലിശയുടെ പിന്നാലെ പോയി. പലിശയുടെ പിന്നാലെ പോയപ്പോഴോ ഏക്കറുകളും തോട്ടങ്ങളും പീടികകളും വരുമാനങ്ങളും ഒക്കെ പോയി 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 തകർന്ന് തരിപ്പണായി. ഇപ്പോൾ ആരാന്റെ കൊലായിപ്പുറത്ത് ജീവിക്കുന്നവരുണ്ട്. സ്വന്തം ബാപ്പയെ മക്കൾ ഒഴിവാക്കിയിട്ട് ഏതോ കാട്ടിൽ പോയിട്ട് ഏതെങ്കിലും സാധുക്കളെ കുടുംബത്തിൽ നിന്ന് പെണ്ണും കെട്ടി ജീവിക്കുന്നവരെയും എനിക്കറിയാം. അങ്ങനെയുള്ളവരും ഉണ്ട്. പറന്ന് നടന്നിരുന്ന വല്യാപ്പാര മക്കള്, പറന്ന് നടന്നിരുന്ന വല്യപ്പന്മാരുടെ മക്കൾ, അങ്ങനെയുള്ളവരും ഉണ്ട്. എന്താ കാര്യം? വല്യപ്പന്മാരും മുത്തക്കങ്ങളും സ്വാലിഹ്യങ്ങളുമായിരുന്നു. അവർക്ക് ഉറക്ക കുറവായിരുന്നു. അവർ കിട്ടിയ നിഅമത്തൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുകയും ജനങ്ങളെ പങ്കാളികളാക്കുകയും മാന്യമായി ജീവിക്കുകയും പിന്നെ അവരെന്തും 5 വഖ്ത് നിസ്കരിക്കുകയും പടച്ചവനെ പേടിക്കുകയും ഇൽമിനും ദീനിനും തഖ്വക്കും വേണ്ടിയുള്ള എന്തൊക്കെ ചെലവഴിക്കാൻ കഴിയും അതൊക്കെ അവർ ചെലവഴിക്കുകയും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ നിഅമത്ത് നിലനിന്നു. ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർആഹാ ഫഇന്നൽ മഅസി തുസീലുൻ നിഅം. അപ്പൊ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക. അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക പരിഹാരമില്ല. നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ നന്നാവണം. ഉമ്മയും ബാപ്പയും ഒരു 3 മണി 3:30 തന്നെ അത് പറഞ്ഞിരിക്കണം. പകല് കുറച്ച് മുതൽ നിഅമത്തുണ്ടെങ്കിൽ പകല് കുറച്ച് നേരം കിടക്കാൻ കഴിയുമെങ്കിൽ കിടന്നു. രാത്രി ഒരു ഉറക്ക് അല്ലെങ്കിൽ രാത്രി നേരത്തെ കിടന്നു. രാത്രി നേരത്തെ കിടന്ന ആൾക്ക് പകൽ ഒരു 10 മിനിറ്റ് ക്ഷീണം മാറ്റിയാൽ മതിയാവും. രാത്രി നേരത്തെ ഉറങ്ങി ഒരു 3 മണി കഴിഞ്ഞാൽ 4:40 കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇന്ന് സുബഹിക്ക് വാങ്ങിക്കൊടുത്തത്. ഒരു 3 മണിയെങ്കിലും നേരത്തെ ഒരു എണീറ്റാൽ 1.5 മണിക്കൂർ പടച്ചവനെ ഇബാദത്ത് ചെയ്യാൻ കഴിയും. ആ നേരത്ത് അല്ലാഹുവിന്റെ ഖജനാവിന്റെ വാതിൽ തുറക്കും. ആ വാതിൽക്കലേക്കാണ് കൈ നീട്ടണം. അത് വളരെ ചിന്തിക്കണം. പിന്നെ ചിലപ്പോൾ കൈ നീട്ടിയാൽ പെട്ടെന്ന് നമ്മൾ കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ട്?
എന്തുകൊണ്ട്? കണ്ണൂർക്ക്, കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോകേണ്ട ഒരാള് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിട്ട് കുന്നംകുളം അങ്ങാടിയിലെത്തിയെന്ന് സങ്കല്പിക്കുക. ഒരാള് കണ്ണൂർക്ക് പോകേണ്ട, കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോകേണ്ട ഒരാള് നേരെ എതിർ ദിശയിലേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി കുന്നംകുളത്തെത്തിയെന്ന് സങ്കല്പിക്കുക. കുന്നംകുളത്തെത്തിയപ്പോൾ ബോധ്യപ്പെട്ടു ഇത് എതിർ ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെ അറിയുന്ന ഒരാളടുത്ത് പോയി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും, എന്നാലേ ഞങ്ങൾ കോഴിക്കോട് തന്നെ എത്തുള്ളൂ, പിന്നെ കണ്ണൂർ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേഗം നമ്മളായിക്കോട്ടെ എതിർ ദിശയിലേക്ക് തിരിച്ചുപോയി. 10 കിലോമീറ്റർ പോയപ്പോഴത്തിന് എന്തായി തളർന്നു. എന്നിട്ട് അവിടെ ഇരുന്നു. പിന്നെ പറഞ്ഞു നമ്മളിപ്പോ പോന്നിട്ട് എത്രയായി പോന്നിട്ട് നമ്മളിപ്പോഴും കോഴിക്കോട് എത്തിയില്ല, അയാൾ ശരിയില്ല എന്ന് പറഞ്ഞു. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ ചില ആളുകളുണ്ട്. നമ്മൾ എത്രയാണോ അള്ളാഹ്ക്കെതിരായി പോയത് അത്ര തിരിച്ചു വന്നാലേ ഇനി കോഴിക്കോട് എത്തുള്ളൂ, എന്നിട്ട് കണ്ണൂർ പോകണം. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? വല്ല സേറുമാരനൊക്കെ പറ്റിയ ആളുകൾ, പാപ്പറായി പോയ ആളുകൾ, വ്യഭിചാരത്തിന്റെ പലിശയുടെ ഒക്കെ പിന്നാലെ പോയ ആളുകൾ ഏതെങ്കിലും ഉസ്താദിനെ പോയി കാണും. ഒരു സാധ്യ മനുഷ്യൻ. തട്ടിപ്പന്മാരെ പറ്റിയല്ല, തട്ടിപ്പന്മാരെ എമ്പാടുള്ള രംഗമാണ് ആ ആത്മീയ ചികിത്സ. 90% തട്ടിപ്പന്മാർ വിലസുകയാണ് ആത്മീയ ചികിത്സയിൽ. 10% സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. ഇനി അവരെ സമീപിച്ചാൽ തന്നെ അവർ നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ ഇവൻ കണ്ണൂർക്ക് പോയിട്ട് പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ട് കുന്നംകുളത്ത് എത്തിയോനാ, നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇവൻ നേരെ ഓടി എടപ്പാളെത്തിയപ്പോഴത്തേനും തളർന്നു. അയാളടുത്ത് പോയിട്ട് കാര്യമല്ല, നമ്മൾ എത്തുന്നില്ലല്ലോ. അയാളടുത്ത് പോയി 2-3 വട്ടം പോയിട്ടും നമ്മൾ എത്തുന്നില്ലല്ലോ എന്ന് അവിടെ ഇരുന്നു. കണ്ണൂർ കോഴിക്കോട് നിന്ന് ഈ 100 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ കുട്ടി ആ 100 കിലോമീറ്റർ ഇനിയും ആ സ്പീഡ് തിരിച്ചു വന്നാലല്ലേ കോഴിക്കോട് എന്ന 0 പോയിന്റിൽ എത്തുള്ളൂ. പിന്നെ കണ്ണൂർക്കോട്ട് ഏതെങ്കിലും ദിക്കർ 4 ദിവസം ചെല്ലുകൊണ്ട് എങ്ങനെയാണ് നീ പഴയ അവസ്ഥയിലാവും. ഈ അത്രത്തോളം അള്ളാനെ ധിക്കരിച്ചു പോയോന്നല്ലേ, അപ്പൊ തിരിച്ച് അള്ളാന്റെ മാർഗത്തിൽ അത്ര തിരിച്ചുവരണ്ടേ. കണ്ണൂർക്ക് പോകേണ്ട ഒരാള് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയാൽ എത്ര കിലോമീറ്റർ അങ്ങോട്ട് പോയോ അത്ര കിലോമീറ്റർ തിരിച്ചു വന്നാലല്ലേ 0 പോയിന്റിൽ എത്തുള്ളൂ. പിന്നെ അവിടെ കണ്ണൂർക്കോട്ട് 3 മാസം പോയി. 3 മാസം ഒരാൾ കോഴിക്കോട് യാത്ര ചെയ്തു. എവിടേക്കാ ചോദിക്കുന്നത്? വടക്കോട്ട്. എവിടേക്കാ യാത്ര ചെയ്യേണ്ടത്? വടക്കോട്ട് യാത്ര ചെയ്യണം. എവിടേക്കാ യാത്ര ചെയ്തത്? തെക്കോട്ട്. 3 മാസം പോയപ്പോൾ ബോധ്യപ്പെട്ടു തെറ്റാണ് ചെയ്തത്. ഇനി അവൻ എന്ത് ചെയ്യണം? ഇനി 0 പോയിന്റിൽ എത്തണമെങ്കിൽ 3 മാസം തിരിച്ചു വരണം. അപ്പോൾ പുരോഗതി ഉണ്ടാവില്ല. 3 മാസം തിരിച്ചു വന്നാലേ കോഴിക്കോട് എത്തുള്ളൂ. പിന്നെ കണ്ണൂർ പോകണം. അപ്പോൾ 0 പോയിന്റിലെത്തി, തുടങ്ങിയെടുത്തെത്തി. അൽഹംദുലില്ലാ അധോഗതി അവസാനിച്ചു. പിന്നെ മുന്നോട്ട്. പിന്നെ ഓരോ സെക്കൻഡ് പോയാലും അൽഹംദുലില്ലാ കൊയിലാണ്ടി എത്തി, നേരെ മൂടാടി എത്തി, പയ്യോളി എത്തി, വടകരെത്തി. ഓരോ സെക്കൻഡ് പുരോഗതി ഉണ്ടാവും. പക്ഷെ അധോഗതിയിൽ എത്ര ദൂരം പോയോ അത്ര ദൂരം ഇലാഹി ചിന്തയിൽ തിരിച്ചു വന്നാലല്ലേ ചങ്ങാതി 0 പോയിന്റിൽ എത്തുള്ളൂ. അള്ളാഹ്ക്കെതിരെ ദീർഘമായി ജീവിച്ചൊരു മനുഷ്യൻ ഒരു 4 ദിവസം പള്ളിയിലും നിസ്കാരമൊക്കെ ഉണ്ടാകുമ്പോഴത്തിന് അയാൾക്ക് തോന്നുകയാണ് എന്നിട്ട് എന്ത് നമ്മൾക്ക് പഴയ അവസ്ഥ എത്താഞ്ഞു, നമ്മൾക്ക് എന്തേ നിയമത്തെ തിരിച്ചു. എങ്ങനെയോ നിയമത്തെ തിരിച്ചു വരിക? ഈ എത്ര കൊല്ലാന്നുള്ളതാണ് തിരിച്ച്? എത്ര മണിക്കൂറാണോ നിന്റെ വണ്ടി എതിർ ദിശയിലേക്ക് ഓടിയത്? അത്ര മണിക്കൂർ തിരിച്ചു വന്നാലല്ലടാ ഞങ്ങൾ 0 പോയിന്റിലെത്താ. പിന്നെ മുന്നോട്ട് കൊണ്ടേ ഇത് മനസ്സിലാക്കണം. നമ്മൾ സബർ വേണം. പടച്ചോന് വഴിപ്പെടാൻ നമ്മൾ സബർ ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ദൂരം കുറച്ചു തരും. നിന്റെ ശ്രമം ആത്മാർത്ഥമാണെങ്കിൽ അല്ലാഹു തആല ദൂരം കുറച്ചു തന്നു, കാര്യങ്ങൾ എളുപ്പാക്കി, പിന്നെ ഒന്ന് പുരോഗതിയിലാക്കും. പക്ഷെ ആത്മാർത്ഥമായ ശ്രമമായിരിക്കും. പിന്നെ നീ നിന്റെ ഭാര്യയിൽ ആനന്ദം കണ്ടെത്തണം, നീ ഹലാലിൽ ആനന്ദം കണ്ടെത്തണം. നിനക്ക് ഹലാലായ കച്ചവടം ഉണ്ടെങ്കിൽ അത് മതി. ഹറാമിനോട് നിനക്ക് വെറുപ്പാക്കണം. നീ പാടെ ഒഴിവാക്കണം. അല്ലാഹു നിനക്ക് ഹലാലാക്കിയതിൽ നിനക്ക് ആനന്ദം കണ്ടെത്തണം. അപ്പോൾ നിന്നെ ബാധിച്ചിരുന്ന പിശാചിന് ഓടണം എന്ന് മനസ്സിലാവും. പിശാച് വീണ്ടും നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നീ പോകരുത്. അത് വലിയ പണിയാണ്. പിശാച് 4 ഭാഗത്ത് കൂടെ നമ്മെ ആക്രമിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നിലൂടെ പോയി അവരെ നശിപ്പിക്കും. പിന്നിലൂടെയും വലഭാഗത്തൂടെയും ഇടഭാഗത്തൂടെയും ഞാൻ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഭൂരിപക്ഷം ആളുകളെയും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പിശാച് പറഞ്ഞിട്ടുണ്ട്.
ആ പിശാചാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പിശാച് നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ദുർബോധനത്തിന് ഹിമ്മത്ത് കൊണ്ട് രക്ഷപ്പെടണം. ഹിമ്മത്തുൽ ആലിയ, അൽ ഹിമ്മത്തുൽ ആലിയ, ഉയർന്ന മനക്കരുത്ത്. എന്താണെങ്കിലും ഞാനില്ല, ഞാൻ അള്ളാഹുക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് ഉണ്ടാവില്ല. ഞാൻ അള്ളാഹുവിന് എതിരായ ഒരു കാര്യത്തിന് ഇല്ല. കച്ചവടക്കാരനെ പൊളിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്തൊരു ചെറിയ സംഗതി വന്നത്. ഒരാൾ വന്ന ഒരു പൊതി എൻ്റെ കയ്യിൽ തരാ, ആ പൊതി ഇവിടെ കുറച്ച് ഞാൻ ഒരാൾ വന്ന് ആ പൊതി വാങ്ങിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി എന്താ പൊതി? കഞ്ചാവ്. ഒരാൾ വന്നൊരു പൊതി കൊടുത്തു, കഞ്ചാവിന്റെ പൊതി. ഇനി വേറെ അടുത്ത കാരിയർ അത് കൊണ്ടുപോകുമ്പോൾ ഇടത്താവളായി എൻ്റെ പീടിയിൽ വെക്കുക. അതുകൊണ്ട് ഒരു 10,000 രൂപയും കിട്ടും. 2 മണിക്കൂർ നമ്മളെ പീടിയിലാക്കുക സാധനം വെച്ചാൽ മതി. നമ്മളാകട്ടെ പൊളിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ തോന്നും അത് സാരല്ല, നമുക്ക് ഏതെങ്കിലും അരിച്ചാക്കിന്റെ ഇടയിൽ ഒളിപ്പിച്ചാൽ മതിയല്ലോ, 2 മണിക്കൂർ കഴിഞ്ഞാൽ അയാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപ ഇത് നമുക്ക് കിട്ടും ചെയ്യും. നമുക്ക് ഒന്നുമില്ല. ഒരാൾ വന്നാൽ ആ പൊതി അവിടെ ഉണ്ട്, എടുത്തു കൊടുത്താൽ 10,000 രൂപ കിട്ടും. നമ്മളെ പിശാച് പ്രേരിപ്പിക്കും, അത് ചെയ്താളാ 10,000 അല്ല 10 ലക്ഷം നടന്നാലും അത് വേണ്ട. എന്തുകൊണ്ട്? അത് കഞ്ചാവാണ്, അത് കള്ളാണ്, അത് പലിശയാണ്, അത് വ്യഭിചാരാണ്, അത് പടച്ചവന് ഇഷ്ടപ്പെടാത്തതാണ്. അതിനൊക്കെയാണ് ചെയ്താൽ 10,000 നിനക്ക് കിട്ടല്ല ഉണ്ടാവുക. നിന്റെ പീഡ അടക്കം സീനച്ചെടുവും പോലീസ്. ഇവിടെ ഒരു നിയമമുണ്ട്, അള്ളാഹിന്റെ നിയമത്തിനനുസരിച്ച്. ആ നിയമത്തിനും രാജ്യത്തിന് നിയമമുണ്ട്, അതിനനുസരിച്ച് ജീവിക്കൽ അള്ളാഹിന്റെ നിയമം തന്നെയാണ്. അതനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ നിയമത്തിൽപ്പെട്ടതാണ് രാജ്യത്തിന്റെ നിയമവും. അള്ളാഹുവിന്റെ ദീനിന് എതിരാകാത്ത കാര്യങ്ങൾ രാജ്യത്തിന്റെ നിയമമാകുമ്പോൾ ആ നിയമങ്ങൾക്ക് നമ്മൾ വഴിപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണ് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. പക്ഷെ ഒരു ദിവസം അള്ളാഹു വാതിൽ തുറക്കും. ആ നിഅമത്താകട്ടെ ദുനിയാവിലും നമ്മളെ പച്ചപിടിപ്പിക്കും, ആഖിറത്തിലാകട്ടെ നിതാന്തമായ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊരു മാർഗം ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുകയാണ്, അത് നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെ ധൃതി പിടിച്ചാൽ പിടിക്കുന്നത് പിശാചിന്റെ ഭാഗത്ത് നിന്നാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ ധൃതി പിടിച്ചിട്ട് എല്ലാം കൂടെ 1 സെക്കൻഡ് കൊണ്ട് നന്നായിട്ട് ലെവലാവുന്ന ആരും വിചാരിക്കേണ്ട. പ്രശ്നത്തിന്റെ ഗൗരവം അള്ളാഹുവിലേക്ക് തിരിച്ചു വരലാണ്. അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നാലോ സൂര്യനും ചന്ദ്രനും വരെ നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അവരൊക്കെ നമുക്ക് വെളിപ്പെടും. അതെല്ലാം അതിനാൽ ഉണ്ടാകുന്ന എല്ലാം നമുക്ക് അനുഗുണമാകും. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ അബ്ദായി മാറണം. അള്ളാഹുവിന്റെ അബ്ദാകാത്ത കാലത്തോളം എല്ലാം നമ്മെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരാൾ അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹു അവനെ എല്ലാവരും പേടിക്കും. ഒരാൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലെങ്കിലോ, ഒരാൾ അള്ളാഹുവിനെ പേടിക്കുകയാണെങ്കിൽ എല്ലാം അവനെ പേടിക്കും. ഒരാൾ അള്ളാഹിനെ പേടിക്കുന്നില്ലെങ്കിൽ എല്ലാ വസ്തുക്കളും അവനെ പേടിപ്പിക്കും. ഒരാൾ അള്ളാഹിനെ പേടിച്ചാൽ എല്ലാം അവനെ പേടിക്കും. ഒരാൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലെങ്കിൽ എല്ലാം അവനെ പേടിപ്പിക്കും. ഒരാൾ അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാം അവനെ പേടിക്കും. ഒരാൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലെങ്കിൽ എല്ലാം അവനെ പേടിപ്പിക്കും. അപ്പോൾ മർമ്മം എന്താണ്? അള്ളാഹുവിനെ പേടിക്കലാണ്. الله നമുക്ക് തൗഫീഖ് തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته فما للظالمين من أنصار ربنا عليك توكلنا وإليك أنبنا وإليك المصير. ലോക രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലൊക്കെ കൊറോണ ബാധിച്ച് പ്രയാസത്തിലായ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നീ ശിഫ നൽകണമേ റബ്ബേ. എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണമേ. എല്ലാവരുടെ പ്രയാസവും നീക്കി തരണമേ റബ്ബേ. എല്ലാവർക്കും നിഅമത്തിന്റെ വാതിൽ തുറന്നു തരണമേ റബ്ബേ. അല്ലാഹുവേ വിനീതന്റെ ഉപ്പയടക്കം എല്ലാവരുടെയും ഉപ്പമാരും ഉമ്മമാരും ഔഫറത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ രോഗികളായ എൻ്റെ ഉമ്മയടക്കം പല ആളുകളും രോഗികളാണ്, അവർക്കൊക്കെ നീ ശിഫ നൽകണമേ റബ്ബേ. പ്രയാസങ്ങളെ ദൂരീകരിക്കുകയും മക്കൾക്ക് നീ നാഫിയായ ഇൽമ നൽകുകയും ഭാര്യമാരെയും ഭർത്താക്കന്മാരും ഒക്കെ സ്വാലിഹ്യങ്ങളും സ്വാലിഹത്തുകളുമാക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ഈ പ്രഭാഷണം കേൾക്കുന്നവർ, ഈ നാട്ടിലുള്ളവരും ഗൾഫിലുള്ളവരും സോഷ്യൽ മീഡിയ വഴിയായി ഈ പ്രഭാഷണം കേൾക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കായ ആളുകളുണ്ട്. അവർക്കെല്ലാം നിന്റെ റഹ്മത്തിന്റെ വാതിലും നീ തുറന്നു കൊടുക്കുകയും നിന്റെ ത്വാഅത്തിന്റെ ആ വിശാലമായ മുറ്റത്തേക്ക് അവരെയും ഞങ്ങളെയും എല്ലാവരെയും നയിക്കുകയും ചെയ്യണമേ റബ്ബേ.